ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിന്റെ ക്ഷീണം മാറും മുമ്പേ അടുത്തത് ലോഞ്ച് ചെയ്യുന്ന നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി വൺ പീസ് ഫാൻസ് ഏറെ കാലമായി കാത്തിരുന്നു എന്ന് തന്നെ പറയാം. അറ്റ് ലാസ്റ്റ് ഇമുസാമ അങ്ങനെ സർഫസ് വേൾഡിലേക്ക് എത്തിയിരിക്കുന്നു, അതും ലൂഫിയുടെ മുമ്പിലേക്ക്. എനിവേ, വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞാൻ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു തെറ്റ് പറഞ്ഞിരുന്നു. അത് പെട്ടെന്ന് വായിച്ചു പോയ എക്സൈറ്റ്മെന്റിൽ പറഞ്ഞു പോയതാണ്. ആൻഡ് ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. അതായത് വേൾഡ് ഗവൺമെന്റിന്റെ ക്രിയേറ്ററും ആദ്യത്തെ 20 എബിലിറ്റി എന്ന് ഞാൻ കൂട്ടിച്ചേർത്തു. പകരം ഇങ്ങനെ ആയിരുന്നു അത്: വേൾഡ് ഗവൺമെന്റിന്റെ ക്രിയേറ്ററും ആദ്യത്തെ 20 പേരിൽ ഒന്നാമൻ. അതുപോലെ എബിലിറ്റിയായി പറയപ്പെടുന്നത് ഡെവിൾസ് ഫ്രൂട്ട് എന്നുമായിരുന്നു. അതായത് നോർമൽ ഡെവിൾ ഫ്രൂട്ട് എന്ന് എഴുതുന്നതിന് പകരം എഴുതിയിരിക്കുന്നത് ഡെവിൾസ് ഫ്രൂട്ട് എന്നാണ്. അതായത് റിയൽ ഡെവിൽ എബിലിറ്റി ഉള്ള അഥവാ യഥാർത്ഥ രാക്ഷസനാണ്, അല്ലെങ്കിൽ യഥാർത്ഥ രാക്ഷസ ശക്തികൾ അടങ്ങിയ വ്യക്തിയാണ് ഇമു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ ഇമുവിന്റെ കണ്ണുകൾക്ക് പ്രത്യേകത ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ അത് വ്യക്തമായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ലൈക്ക് ഒരു റെനഗൻ പോലെയൊക്കെയാണ് അതിന്റെ സ്ട്രക്ചർ. അതുപോലെ അയാളുടെ അപ്പിയറൻസിന് കൈഡോയുടെ ഒപ്പം ഉണ്ടായിരുന്ന ലുനാറിയൻ ബ്ലഡ് ലൈനിലുള്ള കിങ്ങിന്റെ അതേ ഛായയാണ്, അതേ വൈറ്റ് ഹെയർ, ബ്രൗൺ സ്കിൻ കളർ. അതുകൊണ്ട് ഒരുപക്ഷെ ലുനാറിയനിൽ പെട്ട ഒരാളാവാനുള്ള സാധ്യത ഉണ്ടാവാം. അതെന്റെ ഒരു സംശയമാണ്. അതുപോലെ മറ്റൊരു കാര്യം എന്തെന്നാൽ 20 കിങ്ഡത്തിലെയും ആദ്യത്തെ ഫാമിലിയാണ് നെറോണ എന്നും, അതിനാൽ നെറോണ എന്നത് ഇമുവിന്റെ ഫാമിലി നെയിം ആണെന്നും പറയപ്പെടുന്നു. അതുപോലെ ഗൈസ്, ഇപ്പോ ഇമു എൽബാഫിലേക്ക് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നിതോങ് തന്നെയാണ്. കാരണം ഹെറാൾഡിനെ ഇമു അവന്റെ അടിമയാക്കാൻ തന്നെ കാരണം ഈ ഒരു ഡെവിൾ ഫ്രൂട്ടിനെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇപ്പോൾ അതിന്റെ യൂസറിനെ കൂടി ഇമു കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കളത്തിലേക്ക് ഇറങ്ങി കളിക്കാൻ തന്നെയാണ് ഇമു തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ ഗൈസ്, ഇതൊരു സ്പോയിലർ ആണ്. ഇപ്പോ ഫാൻസിന്റെ ഇടയിൽ പഴയൊരു തിയറി വീണ്ടും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ഇമു ഇപ്പോൾ എൽബാഫിലേക്ക് എത്തിയിരിക്കുന്നതിനാൽ ഒരുപക്ഷെ ഈ ഒരു ആർക്കിലൂടെ ഏതെങ്കിലും ഒരു സ്ട്രോ ഹാറ്റ് നമ്മളെ വിട്ട് പിരിയും എന്നുള്ളതാണ്. എസ്പെഷ്യലി ഉസപ്പിനെ തന്നെയാണ് എടുത്തു പറയുന്നത്. അങ്ങനെയെങ്കിൽ ലൂഫിക്കും അതുപോലെ സ്ട്രോ ഹാറ്റ്സിനുമെല്ലാം ഒരു വലിയ മെന്റൽ ബ്രേക്ക് ഡൗണിലേക്ക് തന്നെയാവും ഇത് കൊണ്ടെത്തിക്കുക എന്നും പറയപ്പെടുന്നു. പാൻജിയ കാസ്റ്റിൽ നിന്നും ഇമു 800 വർഷങ്ങൾക്ക് ശേഷമാണ് സർഫസ് വേൾഡിലേക്ക് എത്തുന്നത്. പോകുന്നതിന് മുമ്പ് അതിന്റെ കോൺസിക്വൻസസ് 5 വേൾഡേഴ്സ് അടക്കം ഹോൾ വേൾഡിനും താങ്ങാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഇമുവിനോട് പോകരുത് എന്ന് അപേക്ഷിക്കുന്നത്. എന്നാൽ 800 വർഷങ്ങൾക്ക് ശേഷം ആർക്കും അറിയാത്ത ഒരു എൻറ്റിറ്റി എൽബാഫിനെ മറ്റൊരു ഒഹാറ പോലെ ആക്കിയാൽ ഒരുപക്ഷെ ഹോൾ വേൾഡും എസ്പെഷ്യലി മോർഗൻ അടങ്ങുന്ന പല പത്രക്കാരും ഇതൊരു വലിയ ന്യൂസ് തന്നെയാക്കും. അതൊരു പക്ഷേ സെലസ്റ്റിയൽ ഡ്രാഗൻസിനെയും മറൈൻസിനെ അടക്കം ഈ ഹോൾ സിസ്റ്റത്തിനെ പറ്റി മനസ്സിലാക്കാൻ തുറന്നു കൊടുക്കുന്ന ഒരു കീ ആയി മാറും. ഇനി 800 വർഷങ്ങൾക്ക് ശേഷമാണ് ഇമു സർഫസ് വേൾഡിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. എന്നാൽ അയാൾ ലാൻഡായ ഉടനെ ചോര ഛർദ്ദിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ അയാളുടെ ഇമ്മോർട്ടാലിറ്റി വീക്കായി കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു കീ പ്ലോട്ട് ആവും ഒരുപക്ഷെ ഇതിന്റെ അർത്ഥം. അതല്ലെങ്കിൽ ഇപ്പോഴുള്ള ഓപ്പെ നോമിയുടെ ശക്തി അദ്ദേഹത്തിന് ആവശ്യമാവാം. അതുപോലെ ഗൈസ്, ആ ഒരു ആബിസ് നിങ്ങൾ കണ്ടല്ലോ, എത്ര വലുതായിരുന്നു എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അത് ആ ഒരു ആബിസ് കൂടുതലും ലൂസിഫർ പോലുള്ള ഡെവിൾസിനെ വിളിച്ചു വരുത്താൻ സിംബോളിസ് ചെയ്യുന്ന ഒന്നാണ്. അതിലൂടെ ടെലിപ്പോർട്ട് ചെയ്തു വരുന്ന ഇമു വന്നപാടെ തന്റെ ഷാഡോ രൂപത്തിൽ നിന്നും പുറത്തു കടക്കും പോലെ കാണിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ ഈ ബ്ലാക്ക് ഷാഡോ എന്ന് പറയുന്നതാവുമോ ഈ ഫൈനൽ ബോസ് ആയി വരുന്നത്? നെറോണ ഇമു പ്രത്യക്ഷമാവുന്നതോടെ എൽബാഫിന്റെ എൻറ്റയർ എൻവയോൺമെന്റിനും മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അതായത് നോൺ ലിവിങ് തിങ്സിനെല്ലാം ജീവൻ വെക്കുന്നതും അവ എന്തോ ഒരു താളത്തിൽ പാട്ട് പാടാനൊക്കെ ആരംഭിക്കുന്നതും, ഇതിലൂടെ എൻവയോൺമെന്റിനെ കൺട്രോൾ ചെയ്യാനും അഥവാ ഫോറസ്റ്റ് ഗോഡ് എന്നത് നെറോണ ഇമു ആണെന്നുള്ളത് ഏകദേശം സെറ്റായി വരുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. കാരണം സെക്കൻഡ് വേൾഡിലാണ് ഫോറസ്റ്റ് ഗോഡ് ഡെവിൾസിനെ ക്രിയേറ്റ് ചെയ്തതെന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനാൽ ഈ ഒരു കാര്യം ഏകദേശം പക്കയാണെന്ന് തോന്നുന്നു. അതുപോലെ ഗൈസ്, കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ ലൂഫിക്കോ, ലോക്കിക്കോ, സൊറോ, സാഞ്ചി തുടങ്ങിയവർക്കൊന്നും ഒരുപക്ഷെ ഇമുനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാവും. കാരണം കരൻ ലൂഫി ജോയ് ബോയുടെ ലെവലിലേക്ക് പോലും എത്തിയിട്ടില്ല. സൊറോ കോൺഗ്രസ് ആക്കി പൊസസ് ചെയ്യും എന്നുള്ളത് ഏകദേശം കൺഫേം ആണ്. കാരണം ഫാൻസിന്റെ ഇടയിൽ അങ്ങനെ ഒരു വലിയ ചർച്ച ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ലോക്കിക്ക് അഡ്വാൻസ്ഡ് കോൺഗ്രസ് ആക്കി പ്ലസ് നിതോങ് ഉണ്ടായതിനാൽ ഇരുവർക്കും, അതായത് ഈ പറഞ്ഞ എല്ലാവർക്കും അത്യാവശ്യ ശക്തി ഉപയോഗിച്ച് ഇമുവിനെ ഡിഫെൻഡ് ചെയ്യാൻ ഒരുപക്ഷെ സാധിച്ചേക്കാം. അതല്ലെങ്കിൽ മറ്റൊരു പവർഫുൾ കഥാപാത്രത്തിന്റെ എൻട്രി എൽബാഫിൽ ഉണ്ടാകണം. എൻ്റെ മനസ്സിൽ ഒരു പക്ഷേ ഈ ഒരു ക്യാരക്ടേഴ്സ് ആകും
ഒരു പക്ഷേ എൽബാഫിലേക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ എത്തുക എന്ന് ഒരു തോന്നലുണ്ട്. ഒന്നാണ് ഷാങ്സ്. അതായത് ഷാങ്സിന്റെ ഒരു ക്രൂ എൽബാഫിലേക്ക് പിന്നെയും റീ എൻട്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും. കാരണം 4 എംപറേഴ്സിൽ വെച്ച് ഹൈലി അഡ്വാൻസ്ഡ് ലെവൽ കോൺഗ്രസ് ആക്കി ഉള്ള ഒരാളെന്ന് പറയുന്നത് ഷാങ്സ് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. രണ്ടാമത്തെ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂമയാണ്. കാരണം ഒരുപക്ഷെ പ്രശ്നം വഷളായാൽ ഇവരെയും ടെലിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് കൂമയ്ക്കാണ്. അതുകൊണ്ടാണ് ഞാൻ കൂമ ഉൾപ്പെടുത്തിയത്. ചിലപ്പം അത് കാണില്ലായിരിക്കും. ഇനി അവസാനമായിട്ട് എനിക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളൊരു ക്യാരക്ടറുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ലൂഫിയുടെ അച്ഛൻ തന്നെയാണ്. ഇമൂനെ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും ഹോൾ സിസ്റ്റത്തെ തന്നെ തകർക്കാൻ ആരംഭിച്ച റെവല്യൂഷണറി ആർമിയുടെ നേതാവ് കൂടിയാണ് ആ മനുഷ്യൻ. അതുകൊണ്ട് ഒരുപക്ഷെ ഈ സിസ്റ്റത്തിന്റെ എല്ലാം ക്രിയേറ്റർ എൽബാഫിൽ ലാൻഡ് ആയി എന്നറിഞ്ഞാൽ ഒരുപക്ഷെ മകനെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പം മങ്കി ഡി ഡ്രാഗൺ എൽബാഫിലേക്ക് വന്നെന്നിരിക്കാം. ഗൈസ്, അങ്ങനെയൊക്കെ ഒരു ചാപ്റ്റർ ഇതിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ചാപ്റ്റേഴ്സിന്റെ ഒക്കെ എന്താ പറയാ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തന്നെ ഉയരും. കാരണം ഇനി അങ്ങോട്ട് ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ റിവീലുകളുടെ കാലഘട്ടമാണ്. എനിവേ, എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിനെപ്പറ്റി നിങ്ങളുടെ തോട്ട്സും തിയറീസും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.